ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് ഗൈസ്. ആരത്? പാർവി. നമ്മൾ ഇന്നലെ എല്ലാരും കൂടെ കണ്ട ഇങ്ങനെ താഴെ ബെഡ് ഇട്ടിട്ട്, അയ്യോ ഇട്ട് കിടക്കുന്നു, ബെഡ് ഇട്ടിട്ട് ഇവിടെ കിടന്നത്. നമ്മളിങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ടല്ലേ രസേച്ചി? ഇന്നലെ നമ്മള് കോൺജുറിങ് മൂവി കണ്ടിട്ട്, നമ്മൾ ഹോട്ട്സ്റ്റാറിൽ കോൺജുറിങ് ഉണ്ടായിന്, അത് കണ്ടിട്ട് എല്ലാരും കൂടെ ഇങ്ങനെയാണ് കിടന്നത്. എന്റെ അമ്മേ, കോൺജുറിങ് എങ്ങനെയുണ്ടായിരുന്നു? പേടിച്ചൊരു വഴിയായി. ഉറങ്ങാൻ തന്നെ കൊറേ ലേറ്റ് ആയി. എന്നിട്ട് പേടിച്ചിട്ട് നമുക്ക് ആക്ച്വലി ഭയങ്കര പേടിയായി പോയി. ഭയങ്കര പേടിപ്പെടുത്തുന്നത് കുറേ സീൻസ്. പിന്നെ നല്ല ഉറക്കം ഉണ്ട്. കാരണം നമ്മള് 2 മണിയായി ഉറങ്ങാൻ വേണ്ടിട്ട്. ഇന്നിപ്പോ നേരത്തെ എണീറ്റു. ബിക്കോസ് ഇന്ന് എന്താണ് രസിച്ചി? ശിവരാത്രി. അതെ ഗൈസ്, ഇന്ന് മഹാശിവരാത്രിയാണ്. അമ്മ അടുക്കളയിൽ എന്തോ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിന് കുക്കറിന്റെ സൗണ്ട് കേൾക്കുന്നത്. അമ്മ ഇങ്ങോട്ട് വാ. എവിടെ പോകുന്ന അമ്മേ? അമ്മ തല ശരിയില്ലാന്ന് പറഞ്ഞത്. നമ്മളെല്ലാം പെറുക്കാൻ പോകുന്നു. പഠിക്കണ്ട. ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. മഹാശിവരാത്രി അല്ലേ? ഹാപ്പി ശിവരാത്രി. ഹാപ്പി ശിവരാത്രി. അപ്പോ എല്ലാരും ശിവരാത്രി വ്രതം ഉണ്ടോ എന്താണ് കമന്റ് ചെയ്യണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. രാവിലെ അമ്പലത്തിൽ പോകണം. അതിന്റെ വ്ളോഗ് വരുന്നുണ്ട്. സോ ആദ്യം സത്യം ഇന്ന് നല്ലൊരു അടിപൊളി ഹാപ്പനിങ് വ്ളോഗ് ആയിരിക്കും. ഞങ്ങളുടെ അമ്പലത്തിൽ ശിവരാത്രി ഉത്സവം എല്ലാം ഉണ്ട്. എല്ലാം കാണിച്ചു തരാം. ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണാ, കമന്റ് ചെയ്യാ, ഷെയർ ചെയ്യാ, അഭിപ്രായം കൂടെ പറയണം കേട്ടോ നിങ്ങളുടെ കമന്റ്സില്. അപ്പൊ നമുക്ക് എന്താ ഹാപ്പി ശിവരാത്രി വ്ളോഗ് തുടങ്ങാൻ ചേച്ചി. പിന്നെ നമ്മൾ ഇതൊന്ന് എണീക്കട്ടെ. ഇന്നലെ ഉറക്കം മത്തില് ഇങ്ങനെ മത്തായിരിക്കുന്നത്. ഒന്ന് കുളിച്ച് തലയിലും കുളിക്കണമല്ലോ ശിവരാത്രി. അപ്പൊ ശരിയാവും. അപ്പൊ ഓക്കെ ഗൈസ്, കം ഓൺ എല്ലാരും ചിറപ്പ്. ഓക്കെ, നമ്മള് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് അമ്പലത്തിലേക്ക് പോകുന്നതാണ്. രാവിലെ നമ്മള് ഇങ്ങനെ വ്രതം തുടങ്ങുന്നതിന് മുമ്പ് തീർത്ഥം കുടിക്കുമല്ലോ അമ്പലത്തിൽ നിന്ന്. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് ഞാനും പൈതരണം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാരും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അന്നദാനം എല്ലാം ആവുമ്പോ ആ സമയം ആവുമ്പോ വരും. നമ്മള് വേഗം ഒന്ന് അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വരാന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. നല്ല തിരക്കുണ്ട്. റോട്ടിലെല്ലാം കുറെ ആൾക്കാരുണ്ട് കേട്ടാ. എനിക്കൊന്നു ഇപ്രാവശ്യം കുറെ ആള് വ്രതം എടുക്കുന്നുണ്ട്. കുറെ കുട്ടികളുണ്ട് റോട്ടിൽ മുഴുവൻ അമ്പലത്തിലേക്ക് പോകുന്നത്. ഞാൻ ഇനി അമ്പലത്തിൽ എത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോ ഇതാണ് നമ്മളെ അമ്പലം, പുതിയ മൂലത്ത് ചന്ദ്രഗിരി ശ്രീ ചന്ദ്രശേഖര ക്ഷേത്രം എന്നാണ് അമ്പലത്തിന്റെ പേര്. നമ്മൾ ഈ അമ്പലം കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി നമ്മള് വിഷുവിന്റെ വ്ളോഗിനെല്ലാം വന്നൊരു അമ്പലമാണത്. അപ്പം ഞാനും വൈദ്യേട്ടനും അമ്പലത്തിൽ വന്ന് നന്നായി പ്രാർത്ഥിച്ചു. എന്നിട്ട് നന്ദികേശൻ ഉണ്ട്. നന്ദികേശന്റെ ചെവിയിൽ ഞങ്ങൾ 1-2 ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ എന്താ പറയുക കുറച്ചു നേരം അവിടെ ഇരുന്നു. കാരണം നല്ലൊരു വൈബായിരുന്നു. പഞ്ചാക്ഷരി മന്ത്രം വെച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തില്. പിന്നെ നല്ല കുളിച്ചിട്ട് നല്ല ഈറനിലെ ആൾക്കാരും ഒരു ചെറിയൊരു സൺലൈറ്റും. അയ്യോ ഭയങ്കര വൈബായിരുന്നു കേട്ടോ അമ്പലത്തിൽ. നമ്മളിങ്ങനെ ഭയങ്കര റിലാക്സ്ഡ് ആയിപ്പോയി അവിടെ ഇരുന്നിട്ട്. അങ്ങനെ ഞാനും വൈദ്യേട്ടൻ പ്രദക്ഷിണം വെക്കാൻ പുറത്തിറങ്ങിയപ്പോ ചേച്ചിമാർ ഉച്ചക്കത്തെ സദ്യക്ക് വേണ്ടി അരിയുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ അവിടെ ഉള്ളത്. അവരെല്ലാം നമ്മളോട് ചോദിക്കുന്നുണ്ടായിനി നമ്മൾ വീഡിയോയിൽ വരുമോ, എന്തായാലും നോക്കും എന്നെല്ലാം പറയുന്നുണ്ടായിനി. അവര് വീഡിയോയിൽ വരുന്നോണ്ട് മാത്രല്ല കേട്ടോ നോക്കുന്നത്. നല്ല നാട്ടുകാരാ ഞങ്ങളെ നാട്ടുകാര്. ഞങ്ങളെ വീഡിയോസിന് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നവരാ. നമുക്ക് കുറെ ഐഡിയാസ് പറഞ്ഞു തരാനും നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിനെപ്പറ്റി അഭിപ്രായം പറയാനൊക്കെ അവർക്ക് ഒരു മടിയില്ല. ലൈക്ക് നല്ലത് പറഞ്ഞുതരാൻ വേണ്ടിട്ട് ഭയങ്കര നിഷ്കളങ്കരായ ആൾക്കാരാട്ടോ. ഭയങ്കര സപ്പോർട്ടീവാ നമ്മളെ ചാത്തങ്ങ നാട്ടിലെ ആൾക്കാര്. പിന്നെ അച്ഛൻ ഇവിടുത്തെ അമ്പലത്തിൽ എന്തോ പ്രസിഡന്റോ സെക്രട്ടറി അങ്ങനെ എന്തോ ആണ് അമ്പലത്തിലെ. ഇവിടെ ഒരു ഇങ്ങനെ വിഗ്രഹമല്ല, ഒരു സ്റ്റാച്ചു, ഒരു മണ്ഡപത്തിൽ ഇങ്ങനെ ഒരു രൂപമുണ്ട്. അപ്പം ഇത്തൂനും ജില്ലക്കൽ ഇവിടെ വന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉള്ള അമ്പലമാട്ടോ നമ്മൾ അമ്പലം. അപ്പൊ ഗൈസ് അമ്പലത്തിൽ പോയി വന്നു, ചായ കുടിച്ചു. ചായക്ക് എന്താ പുഴുങ്ങിയ പഴ കഴിച്ചത്. പിന്നെ ധാന്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഉച്ചക്ക് നമ്മളിനി അമ്പലത്തിൽ നിന്ന് ചോറുണ്ണും. എല്ലാവരും പോകും അമ്പലത്തിൽ ചോറുണ്ടാൻ. അപ്പൊ എന്നിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു. ബൈത്താട്ടാൻ വന്നിട്ടില്ല. കാരണം ബൈത്താട്ടാൻ ഫുഡ് പോയ്സണിങ് ആയിട്ട് ഹോസ്പിറ്റലിൽ നമ്മളൊരു 2-3 ഡേയ്സ് അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പൊ ഇന്നലെ വന്നതേ ഉള്ളൂ ഡിസ്ചാർജ് ആയിട്ട്. അപ്പൊ ബൈത്താട്ടൻ ഇവിടെ കഞ്ഞി പിന്നെന്താ ഉപ്പേരിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയം അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്, സോറി. ഇനി നമ്മൾ എന്താ പറയുക സ്റ്റാൻഡും റിംഗ് ലൈറ്റെല്ലാം വാങ്ങിക്കുന്നുണ്ട് അടുത്ത് തന്നെ. അപ്പൊ അത് വാങ്ങിച്ചാൽ നമുക്ക് പിന്നെ ഇതെല്ലാം ഈസി ആയിരിക്കും ഡേ ഇൻ മൈ ലൈഫിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും അമ്പലത്തിൽ പോകാൻ റെഡി ആവുന്നതാണ്. നമുക്കിനി റെഡി ആയിട്ട് കാണാം. ഓക്കെ, നമ്മൾ എന്തായി റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്.
കുളിച്ച് റെഡി സുന്ദരികളായി ഇനി അമ്പലത്തിൽ പോവാണ് ഗൈസ്. അമ്മ എടുത്തു. അമ്മ ശിവരാത്രി ആയിട്ട് എന്താ പറയാനുള്ളേ? എന്താ പറയാനില്ലേ, അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അമ്പലത്തിന് ഭക്ഷണമുണ്ട്. രാത്രിയിലും പോകും അമ്പലത്തില്. രാത്രിയിലല്ലേ എല്ലാരും ഉണ്ടാവില്ല ഉറക്കൊഴിയുന്നതെല്ലാം. ഞങ്ങള് ചില സമയം പോകും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കും. നമ്മൾ ഇവിടുന്ന് ഉറക്കൊഴിയുന്നതാണ്. ഇന്ന് ലൈവിലെല്ലാം വരും. ഇന്ന് ലൈവിൽ വരുന്ന പറഞ്ഞാൽ ഇവർക്ക് അറിയില്ല. നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ വീഡിയോ ഇടും. ശരി ശരി, എന്നാല് പോയിട്ട് വരുന്നതല്ല, നമുക്ക് പോയിട്ട് അവിടെയുള്ള അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കാം. ഐ എം എക്സൈറ്റഡ് ഫോർ ദ പ്രസാദം. ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല വെള്ളവും കറിയും ഉപ്പേരിയും അച്ചാറും. നല്ല വിശപ്പുണ്ട്. രാവിലെ ഒരു പുഴുങ്ങിയ വഴി തിന്നിട്ട് ചില്ലായിട്ടുവാ. അപ്പൊ നമ്മളെ കുട്ടിപ്പട്ടാളം ഭയങ്കര സുന്ദരിമണികളായിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതൊക്കെ നോക്കട്ടെ നിങ്ങളെ. ഹാപ്പി ശിവരാത്രി പറ. ഹാപ്പി ശിവരാത്രി. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തി, തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. ഇനി അന്നദാനത്തിന് വെയിറ്റിംഗ് ആണ്. പൂജയെല്ലാം കഴിഞ്ഞ് നല്ല വൃത്തി ദർശനം എല്ലാം കിട്ടി. ഈ അമ്മമ്മേനെ കണ്ട് ഭയങ്കര ക്യൂട്ടല്ലേ. ഇത് നമ്മളെ വീട്ടിൽ പണ്ട് പണിക്കുണ്ടായ ഒരു അമ്മമ്മയാണ്. അമ്മേനെയും മുത്തമ്മനെല്ലാം കണ്ടിട്ട് വന്ന് മിണ്ടുന്നതാണ്. ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ശിവരാത്രി വ്രതം എടുത്തവർക്കും അല്ലാത്തവർക്കും നാട്ടുകാർക്കും അന്നദാനം ഉണ്ട് ഇവിടെ. പിന്നെന്താ, രാത്രിയാണ് വിളക്ക് പൂജയും മറ്റുള്ള പരിപാടികൾ. അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് മിസ്സായിപ്പോയി. പിന്നെയാണ് ഞാൻ രസിച്ച നഗ്നസത്യം മനസ്സിലാക്കിയത്. ഇവിടുന്ന് വ്രതം എടുത്താല് നിലത്തിരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ ഗൈസ്. പണ്ടൊക്കെ ഇരിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോ വാർദ്ധക്യം ബാധിച്ചിരിക്കണോന്ന് മനസ്സിലായി. കാരണം ഇരിക്കാൻ പറ്റുന്നില്ല. ഇരിക്കുമ്പോ കാലുവേദന, മുട്ടുവേദന, കാല് ധരിക്കുന്നു, കൈ ധരിക്കുന്നു. അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പണ്ടൊക്കെ സുഖമായി ചമ്രം പടഞ്ഞിരിക്കുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ പറ്റുന്നില്ല പണ്ടത്തെ പോലെ. പക്ഷെ എനിക്ക് ഈ അമ്പലത്തിലെ ചോറും ആ വെള്ളം കറിയും അച്ചാറെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. മാക്കിയിരുന്ന് ഞാൻ രസിയേച്ചിയും ഇത്തും അടിച്ചു. എന്റെ ഒരു ടേസ്റ്റ് ബഡ്സ് എന്റെയും ഇത്തുവിന്റെയും എല്ലാം ഭയങ്കര സിമിലർ ആണ്. ഓക്കും ഈ ഇങ്ങനത്തെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചൂടെന്നാ പറയുന്നത്. പായസം ഉണ്ടായിരുന്നു, അതും കുടിച്ചു. അത് അടിപൊളിയാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി. കാരണം ഞങ്ങൾക്ക് ഒരു 2-3 പ്രൊമോഷൻ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഡാൻസ് വീഡിയോസ് ഉണ്ടായിരുന്നു. സ്കിറ്റൊക്കെ നമ്മൾ തലേദിവസം എടുത്ത് വെച്ചിനെ. ഡാൻസ് വീഡിയോസിനാണ് ഞങ്ങൾക്ക് കുറച്ച് സമയം. നമ്മൾ യൂട്യൂബ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്യും എടുക്കേണ്ട ഡാൻസ്. നമ്മൾ നോക്കി പഠിക്കുന്നുണ്ടായിനി. ഞാനും ഇതും ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിന് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂഡിലേക്ക് വരണമല്ലോ. അപ്പൊ ഇത്തും അതിനെല്ലാം ബെസ്റ്റ് അങ്ങനത്തെ കാര്യത്തിനെല്ലാം. ഇത്തും ചില്ലയില് ഭയങ്കര ക്യൂട്ട് അവരെ കളി കാണാൻ വേണ്ടിയിട്ട്. ചില്ല ഒരു പാവം കുട്ടി. നമ്മൾ എന്ത് പറഞ്ഞാലും ചില്ല എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ച പെട്ടെന്ന് പേടിച്ചു. പക്ഷെ ഇത്തും അങ്ങനെയല്ല. ഇത്തും ഭയങ്കര പാവം മോളാണ്, ഭയങ്കര അനുസരണയാണ്. പക്ഷെ അവക്ക് അവളേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ചില്ലയ്ക്ക് ഇത്തുവിനെ ഭയങ്കര വിശ്വാസമാണ്. ഇത്തു ഇപ്പൊ ചില്ല ഇത് രാത്രിയാന്ന് പറഞ്ഞ അവള് വിശ്വസിക്കും. അങ്ങനെ ഇത്തുവിനെ ഭയങ്കര വിശ്വസിച്ച് നടക്കുന്ന ഒരാളാണ് ചില്ല. ഞാൻ എന്റെ സ്റ്റെപ്പെല്ലാം ഇടുന്നുണ്ട്. അങ്ങനെ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അലങ്കോലമായി കിടക്കുന്ന ഞങ്ങളുടെ റൂമിന്റെ അവസ്ഥയും പിന്നെ പാർവിയുടെ വോയിസ് ഓവർ. ഇത് കുഞ്ഞിക്ക് കിടക്കാനുള്ള ബെഡാ. ഇത് ഇവരെ ടോയ് കളക്ഷൻ ആണ്. ഇത് കുഞ്ഞിതാണ് വരാനാവൂല. ഈ വ്ലോഗ് ഇങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു. ഇതെന്താ സ്ഥലം എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടാ. അന്ന് ഭയങ്കര അതികഠിനമായ തലവേദന കാരണം ഞങ്ങൾക്ക് വ്ലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങള് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വേറെ ആരുമില്ല, ഞാനും ബൈത്തേട്ടൻ നിത്തും മാത്രം കൂടെ. എവിടെയാന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഡ്രസ്സസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ ഡെക്കാത്തലോണിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡെക്കാത്തലോണിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ബാക്കിയുള്ള ഷോപ്പ് പോലെയല്ല, എപ്പെങ്കിലും എന്തെങ്കിലും ഒരു പുതുമ എനിക്ക് കാണാൻ പറ്റില്ല. നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് അതിൽ. ഒരു 100% കാര്യങ്ങൾ മാത്രമേ എനിക്ക് അവിടെ അറിയുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ലൈക്ക് നോർമൽ ഡ്രസ്സ് കടയിൽ പോയാൽ നമുക്കെല്ലാം അറിയാലോ ഇതെന്താന്ന്. പക്ഷെ ഇതിൽ എനിക്ക് എപ്പോഴും പുതിയ പുതിയ സാധനങ്ങൾ പഠിക്കാനുണ്ടാവും. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് ഡെക്കാത്തലോണിൽ പോകാൻ. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നുള്ള കാര്യം കമന്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ ഗുഹയിലൂടി ഒളിച്ചു. പിന്നെ കുറച്ച് മറ്റെന്താ സ്വെറ്റേഴ്സ്, ജാക്കറ്റ്സ് അങ്ങനത്തെ കുറച്ച് കാര്യം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹുഡീസ്,
പിന്നെന്താ നമ്മൾ ഇതിനെന്തോ പറയുമല്ലോ, ബീനി, യെസ് ബീനി. പക്ഷെ ഇത്തൂന് കണക്കായ ബീനീസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവര് പറഞ്ഞത് ബീനീസ് എല്ലാം യൂണിവേഴ്സൽ സൈസ് ആണ്, കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഇടാം, ഒരേ സൈസാണ്. ഞാനും ബൈത്തേട്ടനും ഒരേ സൈസാണ് എടുത്തത്. പക്ഷെ ഇത്തൂനായി സൈസ് എടുക്കാൻ ഞങ്ങൾക്കൊരു പേടി, കാരണം എങ്ങനെയും തണുപ്പങ്ങ് ചെവിൻ്റെ അകത്ത് കയറിയാലോ. അങ്ങനെ ഞാൻ ലാസ്റ്റ് പരുതി അവസാനം മീഡിയം ആയിരുന്നു ഞങ്ങളുടെ സൈസ്. കുറേ പരുതിയപ്പോ എവിടെയോ ഒരു മൂലക്കൊരു സ്മോൾ സൈസിന്റെ സാധനം കിട്ടി. അപ്പൊ ഞങ്ങൾ അത് എടുത്തു. എന്റെ ഹുഡി നിങ്ങൾ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടോ പറയണം. ഇത് ബൈത്തേട്ടന്റെ ഹുഡിയാണ്. ഇതില് മറ്റേ തൊപ്പിയുള്ള സാധനം എടുത്തു. ഞാൻ അത് എടുത്തില്ല, കാരണം എന്താ വെച്ചാല് എന്റെ ഹെയർ ഒന്നും അങ്ങനെ ഫ്ലോണ്ട് ചെയ്യാൻ പറ്റില്ല ഗൈസ്. എനിക്ക് ഹെയറിൽ അതൊക്കെ അങ്ങനെ പുറത്തിട്ട് കളിക്കണ്ടേ. ബൈത്തേട്ടന് പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ബൈത്തേട്ടൻ ഇങ്ങനത്തെ ഒന്നും എടുത്തു. പിന്നെ ബൈത്തേട്ടൻ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അതുപോലുള്ള ഹുഡീസ്. പിന്നെന്താ, ഇത്തു നേരെ മറ്റേ ഈ സൈക്കിൾ, ട്രൈസൈക്കിൾ അങ്ങനത്തെ സെക്ഷനിൽ പോയി ഒരു സൈക്കിൾ എടുത്ത് അങ്ങ് ഓടിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഞങ്ങൾ ആ വഴിക്ക് വിട്ടു, ഇത്തുവിന്റെ വഴിക്ക്. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്ന് വെച്ച് ചെരുപ്പിൽ ഉരിച്ചാടിയിട്ടാണ് മൂപ്പര് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, അമ്മേ ഞാൻ അമ്മേനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ, എൻ്റെ കൂടെ വരണം, എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അമ്മ ഓക്കെ മോളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത്തുവിന്റെ വിചാരം ഞങ്ങളത് കൊണ്ടുപോകുന്നു, അതിൽ എണീക്കുന്നേ ഇല്ല. അങ്ങനെ കരഞ്ഞ് പറഞ്ഞ് പിടിച്ച് ഞാൻ അതിൽ നിന്ന് കൊണ്ടുവന്നു ലാസ്റ്റ്. പിന്നെ ഞാൻ എനിക്കൊരു ഷൂ വാങ്ങാൻ വേണ്ടി നോക്കി. പക്ഷെ എന്റെ കാലെന്ന് വെച്ചാല് വളരെ വലിയൊരു കാലാണ്. എനിക്ക് ഷൂ കിട്ടല് ഇങ്ങനത്തെ ഡെക്കാത്തലണിൽ പോയാൽ എനിക്ക് നോർമലി കിട്ടാറുണ്ട്, ഞാൻ ഓൺലൈനിലാണ് വാങ്ങിക്കാറ്. എനിക്ക് കടയിൽ പോയ ചെരുപ്പും ഷൂ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പൊതുവേ നല്ല നീള ഹൈറ്റ് ഉള്ള ഒരാളാണ് ഗേൾസിൽ, അതുപോലെ തന്നെ എന്റെ കാലും നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ് ഞാൻ, നീളമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഇതെനിക്ക് പാകമായിരുന്നു, പക്ഷെ പറ്റിയിട്ട. പിന്നെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സസ് നോക്കി. അങ്ങനെ ഇതൊരു കുട്ടി വ്ളോഗാട്ടാ. ഞാൻ ഓഫീസും കഴിഞ്ഞ് പോയതുകൊണ്ട് നന്നായി ക്ഷീണിച്ചിട്ടുണ്ടായിനി. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എന്താണ് കുറ്റങ്ങൾ എന്ന് കൂടെ പറയാ. അപ്പൊ വേറൊരു വ്ളോഗിലൂടെ കാണാം. Bye.